നമസ്കാരം. ഇറാനിൽ കടന്നുകയറി ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ വധിച്ചതിനു പിന്നിൽ ഇസ്രയേൽ ആണെന്നത് മറയ്ക്കപ്പെടാനാകാത്ത സത്യമാണ്. അതിന് കാരണക്കാർ മൊസാദ് ആണെന്നും ലോകം വിശ്വസിക്കുന്നു. പകരം വീട്ടാൻ കാലന്മാരാണ് മൊസാദ് എന്നാണ് പറയപ്പെടാറുള്ളത്. ഇസ്രയേലിനെ തൊട്ടവരെ ഒന്നൊഴിയാതെ തേടിപ്പിടിച്ചു പോയി വകവരുത്തുന്ന മൊസാദിന്റെ രീതികളും ലോകം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മറ്റു രാജ്യങ്ങളുടെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയും രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കടന്നുകയറിയുമൊക്കെ ഓപ്പറേഷനുകളും കൊലപാതകങ്ങളും നടത്താറുള്ള മൊസാദ് നടത്തിയ ക്രൂരമായ രഹസ്യ കൊലപാതകങ്ങളിലൊന്നാണ് പലസ്തീൻ കമാൻഡർ വാദി ഹദാദിന്റെ വധം. 1978 പലസ്തീൻ വിമോചനത്തിനായുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ തലവനായ വാദി ഹദാദിനെ മൊസാദ് കൊലപ്പെടുത്തുന്നതായി പറയുന്നത്. 1976 എയർ ഫ്രാൻസ് വിമാനം ടെൽ അവീവിൽ നിന്ന് റാഞ്ചിയെടുത്ത് പാരീസിലേക്കും അവിടുന്ന് ലിബിയയിലേക്കും പിന്നീട് ഉഗാണ്ടയിലേക്കും കൊണ്ടുപോയതടക്കമുള്ള നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരനായിരുന്നു ഈ വാദി ഹദാദ്. എൻഡബെ റാഞ്ചൽ എന്നറിയപ്പെടുന്ന ഈ വിമാനം റാഞ്ചലിനോട് ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നെതന്യാഹു നയിച്ച ഓപ്പറേഷൻ തണ്ടർബോൾട്ടിലൂടെയാണ് ഇസ്രയേൽ പ്രതികരിച്ചത്. ദൗത്യം വിജയിച്ചെങ്കിലും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരനായ യോനാഥൻ ഏറ്റുമുട്ടലിനെതിരെ കൊല്ലപ്പെട്ടു. എൻഡബെ റാഞ്ചലിന് പ്രതികാരം ചെയ്യാനായാണ് ഹൈജാക്കിന്റെ മുഖ്യ സൂത്രധാരനായ വാദി ഹദാദിനെ മൊസാദ് ലക്ഷ്യം വെച്ചത്. ആഗോളതലത്തിൽ വലിയ ബഹളം സൃഷ്ടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഹദാദിനെ കൊല്ലപ്പെടുത്താൻ മൊസാദ് തിരഞ്ഞെടുത്തത് വളരെ ശാന്തവും നിശബ്ദവുമായ ഒരു രീതിയാണ്. ഈ രഹസ്യ ദൗത്യത്തിന്റെ ചുമതല നൽകിയിരുന്നത് ഏജന്റ് സാഡ്നസ് എന്നയാൾക്കായിരുന്നു. ഹദാദിന്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ പ്രവേശന അനുമതി ഉണ്ടായിരുന്നു ഏജന്റ് സാഡ്നസിന്. 1978 ജനുവരി 10 ഏജന്റ് സാഡ്നസ് ഹദാദ് പതിവായി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മാറ്റി വിഷം കലർന്ന പേസ്റ്റ് വെച്ചു. ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ചിൽ വികസിപ്പിച്ചെടുത്ത വിഷവസ്തുവായിരുന്നു പേസ്റ്റിൽ അടങ്ങിയിരുന്നത്. ഹദാദിന്റെ ശരീരത്തിൽ അടങ്ങിയ വിഷാംശം ക്രമേണ മാരകമായ അളവിൽ അദ്ദേഹത്തിന്റെ ദേഹമാകെ പടർന്നു. ജനുവരി പകുതിയോടെ വാദി ഹദാദ് ബാഗ്ദാദിൽ ഗുരുതരമായ രോഗബാധിതനായി. വയറുവേദന, വിശപ്പില്ലായ്മ, വേഗത്തിലുള്ള ഭാരം കുറയൽ തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങൾ അടങ്ങിയതായിരുന്നു അദ്ദേഹത്തിന്റെ രോഗം. ഇറാഖിയിലെ ഉന്നത ഡോക്ടർമാരുടെ ചികിത്സ തേടിയെങ്കിലും രോഗം എന്താണെന്ന് കണ്ടെത്താനായില്ല. ആന്റിബയോട്ടിക്കുകൾ കൊണ്ടുപോലും ഫലമുണ്ടായില്ല. അദ്ദേഹത്തിന്റെ നില ദിനംപ്രതി വഷളായിക്കൊണ്ടിരുന്നു. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നേതാവ് യാസർ അറാഫത്ത് കിഴക്കൻ ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗമായ സ്റ്റാസിയുടെ സഹായം തേടി. സ്റ്റാസി വിമാനമാർഗം വാദി ഹദാദിനെ കിഴക്കൻ ബെർലിനിലേക്ക് കൊണ്ടുപോയി. അഹമ്മദ് ഡൌക്ലി എന്ന പേരിൽ ഒരു രഹസ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ അദ്ദേഹത്തെ വിശദമായി പരിശോധിച്ചെങ്കിലും അസുഖത്തിന്റെ കാരണം കണ്ടെത്താൻ പറ്റിയില്ല. കൃത്യമായ തെളിവുകൾ ഇല്ലെങ്കിലും അവർ എലിവിഷമോ താലിയം വിഷമോ ആണെന്ന് സംശയം പ്രകടിപ്പിച്ചു. വാദി ഹദാദിയുടെ ആരോഗ്യം അനുദിനം മോശമായിക്കൊണ്ടിരുന്നു. ഗുരുതരമായ രക്തസ്രാവവും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്തു. ഡോക്ടർമാർ അദ്ദേഹത്തെ 10 ദിവസത്തോളം മയക്കി കിടത്തി. പിന്നീട് 1978 മാർച്ച് 29 വാദി ഹദാദ് മരിക്കുകയാണ് ഉണ്ടായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും മൊസാദിന്റെ വിഷപ്രയോഗത്തിന്റെ കാര്യം പുറത്തു വന്നിരുന്നില്ല. ഏകദേശം 3 പതിറ്റാണ്ടിന് ശേഷമാണ് വാദി ഹദാദിന്റെ മരണത്തിന്റെ രഹസ്യം പുറത്തു വരുന്നത്. പേസ്റ്റിലല്ല ചോക്ലേറ്റിലാണ് വിഷം കലർത്തിയതെന്ന മറ്റൊരു തിയറിയും ഇതേ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ ഖുദ്സ് സേനാ തലവൻ ഖാസിം സുലൈമാനിയുടെ കൊലപാതകം, ഇറാന്റെ ആണവ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫാഖ്രിസാദയുടെ കൊലപാതകം തുടങ്ങിയവ അടക്കം സമാനമായ പല കൊലപാതകങ്ങളും ഇറാനിൽ വെച്ച് മൊസാദ് നടത്തിയതായി പറയുന്നുണ്ട്. ദുബായിലെ അൽ ബുസ്താൻ റുട്ടാന ഹോട്ടൽ മുറിയിൽ വെച്ച് അൽ മബൂഹ് കൊല്ലപ്പെട്ടതിലും മൊസാദിന്റെ കൈകളുണ്ടെന്നാണ് കരുതുന്നത്. അമേരിക്ക, അർജന്റീന, ഉറുഗ്വേ, ഇറാൻ, മധ്യേഷ്യ, ഇറാഖ്, ജോർദാൻ, പലസ്തീൻ, സിറിയ, മലേഷ്യ, വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രഹസ്യ ഓപ്പറേഷനുകൾ മൊസാദ് നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. മൊസാദ് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ വലിയ നയതന്ത്ര പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്.